എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 15 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1 shot വീഡിയോസും കാര്യങ്ങളും വീക്ക് ക്വിസസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സൊല്യൂഷൻസ് ചാപ്റ്ററിലെ 10 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സെഷൻ ഫുൾ എനർജിയോട് കൂടി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് കാണുക. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയുക വേദാന്ത് ഇങ്ങനെ ഒരു അടിപൊളി 15 days ചാലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്കതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങളും ഞങ്ങളെ കൂടെ തന്നെ സപ്പോർട്ടിന് നിങ്ങൾ ഉണ്ടാവണം. ആൻഡ് പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോമ്പണന്റ് ഓഫ് എ ബൈനറി മിക്സ്ചർ ഓഫ് 2 liquids A and B were separated by distillation. After some time, separation of components stopped and the composition of vapor phase become same as that of the liquid phase. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പെർട്ടിക്കുലർ മിക്സ്ചറിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിക്വിഡ് ഫേസിലും നമ്മുടെ വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? എന്താണ്? അസിയോട്രോപിക് മിക്സ്ചർ. കറക്റ്റ് അല്ലേ? യെസ്. സോ ബോത്ത് ദ കോമ്പണന്റ്സ് സ്റ്റാർട്ട് കമ്മിങ് ഇൻ ദ ഡിസ്റ്റിലേറ്റ്. എന്താണ്? അസിയോട്രോപിക് മിക്സ്ചേഴ്സിന്റെ ബോയിലിംഗ് പോയിന്റ് സെയിം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? സെയിം ടൈമിലായിരിക്കും ഡിസ്റ്റിലേറ്റിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുക. എക്സ്പ്ലെയിൻ വൈ ദിസ് ഹാപ്പൻ. ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ആൻസർ. കറക്റ്റ് അല്ലേ? എന്താണ് ഇവിടെ? ഡിസ്റ്റിലേഷൻ ആണ് നടക്കുന്നത്. ബൈനറി മിക്സ്ചറിൽ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്? ഡിസ്റ്റിലേഷൻ ആണ് നടക്കുന്നത് അല്ലേ? യെസ്. ഓക്കെ, അതാണ് ഇവിടെ അസിയോട്രോപിക് മിക്സ്ചർ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ആ അസിയോട്രോപിക് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡിസ്റ്റിലേഷൻ നടത്തുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ സെയിം ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ആൻഡ് ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണെന്ത്? അസിയോട്രോപിക് മിക്സ്ചേഴ്സ്, അല്ലെങ്കിൽ ഈ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപിക് മിക്സ്ചേഴ്സ്. അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Concentration terms such as mass percentage, ppm, mole fraction and molality are independent of temperature. However, molarity is a function of temperature. Explain. എന്താണ് പറഞ്ഞത്? നമുക്കറിയാം നമുക്ക് എന്തുണ്ട്? മാസ് പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ? മാസ് പെർസെൻറ്റേജ് എന്താണ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു എന്താണ്? ഇൻറ്റു 100. കറക്റ്റ് അല്ലേ? അതുപോലെ നമുക്ക് ppm ഉണ്ട്. എന്താണ്? പാർട്സ് ഓഫ് നമുക്ക് ഏത് കോമ്പണൻറ്റിൻ്റെ ആണോ അറിയേണ്ടത് ഡിവൈഡഡ് ബൈ എന്ത്? നമ്മുടെ 10⁻⁶ അല്ലെ പാർട്സ് പെർ മില്യൺ ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ മോൾ ഫ്രാക്ഷൻ അഗെയിൻ എന്താണ്? മോൾ ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി ഓഫ് ദി കോമ്പണൻറ്റ്. ഇപ്പോൾ NA ആണെങ്കിൽ NA ഡിവൈഡഡ് ബൈ NA + NB. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. അതുപോലെ തന്നെ മൊളാലിറ്റി ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതിലൊന്നിലും എന്തില്ല? വോളിയം എന്ന് പറഞ്ഞൊരു ടേം ഇതിലൊന്നിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വോളിയം എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. അതുകൊണ്ട് തന്നെ വോളിയം ഉള്ള ഏതൊരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിലും അതെന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതാണ് മൊളാരിറ്റീൻ്റെ കേസിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് എന്ത്? മൊളാരിറ്റി. ഇവിടെ വോളിയം ഉണ്ട്. വോളിയം എന്താണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മൊളാരിറ്റി എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു സൊല്യൂഷൻ്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ. വൈ അക്വാറ്റിക് സ്പീഷീസ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ഇൻ കമ്പാരിസൺ ടു വാം വാട്ടർ? എന്തുകൊണ്ടാണ് അക്വാറ്റിക് സ്പീഷീസ് കോൾഡ് വാട്ടറിൽ കൂടുതൽ എന്താ പറയുക കംഫർട്ടബിൾ ആയത്? നമുക്കറിയാം അക്വാറ്റിക് സ്പീഷീസ് എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് എന്തുണ്ട്? സോലുബിൾ ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടല്ലേ? നമ്മുടെ ഓക്സിജൻ എന്താണ്? ആ വാട്ടറിൽ സോലുബിൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അക്വാറ്റിക് സ്പീഷീസ് ബ്രീത്ത് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഇനി നമുക്കറിയാം സോലുബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ്. സോലുബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റി എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അവരെന്ത് ചെയ്യും? അവിടുന്ന്
എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു കോൾഡ് വാട്ടറിനെയും വാം വാട്ടറിനെയും കമ്പയർ ചെയ്യുമ്പം എവിടെയാണ് ടെമ്പറേച്ചർ കൂടുതൽ? ടെമ്പറേച്ചർ എവിടെയാണ് കൂടുതൽ? വാം വാട്ടറിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. കറക്റ്റ് അല്ലേ? അപ്പം എന്തായിരിക്കും അവിടെ ഗ്യാസിന്റെ സോലുബിലിറ്റി കുറവായിരിക്കും. ദാറ്റ് ഈസ് വൈ അവിടെ ഗ്യാസ് ആ വെള്ളത്തിൽ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. സോ അവരെന്തായാലും അൺകംഫർട്ടബിൾ ആയിരിക്കും ഒരു വാം വാട്ടർ എടുക്കുമ്പം കമ്പയർഡ് ടു കോൾഡ് വാട്ടർ. ക്ലിയർ ആണോ? അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക, ആരും മറക്കണ്ട. ആൻഡ് യെസ്, അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ഇൻ വാം വാട്ടർ. ദിസ് ഇസ് ബിക്കോസ് ദ സോലുബിലിറ്റി ഓഫ് എനി ഗ്യാസ് ഇൻ വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, why is the vapor pressure of an aqueous solution of glucose is lower than that of water? നമുക്കറിയാം, നമ്മളിപ്പം ഞാൻ ഇവിടെ വാട്ടർ എടുക്കുകയാണ്, ഇവിടെ ഞാൻ വാട്ടർ പ്ലസ് ഗ്ലൂക്കോസ് എടുക്കുകയാണ്. ഇത് വാട്ടർ ആണെങ്കിൽ ഇതിൻ്റെ സർഫസിലെല്ലാം എനിക്ക് എന്താണുള്ളത്? വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത്. കറക്റ്റ് അല്ലേ? ഇതെല്ലാം എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിൽ ഈ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസ് എവിടെ ഉണ്ടാവും? ഇതിൻ്റെ സർഫസിൻ്റെ തൊട്ട് മേലെ ഉണ്ടായിരിക്കും. ഈ ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് എന്താണ്? നമുക്ക് ഇതിൽ വാട്ടറും ഉണ്ട്, വേറെ ആരും കൂടെ ഉണ്ട്, നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസും കൂടെ ഉണ്ട്. സോ സർഫസിൽ ആരും കൂടെ കാണും? നോൺ വോളറ്റൈൽ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾസും കൂടെ കാണും സർഫസിൽ. സോ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് ടു പ്രീവിയസ് വൺ. ഇത്രയും മോളിക്യൂൾസിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പയർഡ് ടു ദിസ് വൺ. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത്രയും ആളുകൾ വേപ്പർ പ്രഷറെ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് ടു ഫസ്റ്റ് സിറ്റുവേഷൻ. അവിടെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ആയി പോയ ഗ്യാസ് ആ സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് വിളിച്ചത്. വേപ്പർ പ്രഷർ കൂടുതൽ വേണമെങ്കിൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ഗ്യാസിന്റെ എമൗണ്ട് കൂടണം. ഇവിടെ നമ്മളൊരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് വേപ്പറൈസ് ചെയ്യാത്ത ഒരു ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂട്ടിനെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതും എന്ത് ചെയ്യും? സർഫസിൽ ഉണ്ടായിരിക്കും. സോ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവാപ്പറേഷൻ ഓഫ് ലിക്വിഡ് ഇസ് എ സർഫസ് ഫിനോമിനൻ. ദ മോർ ദ സർഫസ് ഏരിയ അവൈലബിൾ, ദ മോർ ഇവാപ്പറേഷൻ ഓഫ് ദ ലിക്വിഡ്. നൗ ഗ്ലൂക്കോസ് ഈസ് എന്താണ്? ഗ്ലൂക്കോസ് എന്താണ്? ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ്. ഗ്ലൂക്കോസ് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അത് നമ്മുടെ സർഫസ് ഏരിയൻ്റെ ഒരു സർട്ടൻ ഏരിയ തന്നെ ആരെടുക്കും? നമ്മുടെ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഈ ഒരു സൊല്യൂട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ഇവരെ എന്താ പറയുക, വേപ്പർ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്കുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് നമ്മളോട് ഫസ്റ്റ് നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഗിവൺ ടെമ്പറേച്ചറിൽ മാക്സിമം എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? അതാണ് എന്ത്? സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് കാൻ ബി ഡിസോൾവ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സൊല്യൂട്ടിനൊക്കെ ചിലപ്പം സോല്യൂബിൾ ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷേ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ നമുക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, ബൈനറി സൊല്യൂഷൻ. എന്താണ് ബൈനറി സൊല്യൂഷൻ? ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് കോമ്പണൻസ് ഉള്ള സൊല്യൂഷനാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്? യെസ്, സൊല്യൂഷൻ വിത്ത് 2 കോമ്പണൻസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഐസോട്ടോണിക് സൊല്യൂഷൻ. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ? ഐസോട്ടോണിക് സൊല്യൂഷൻ നമുക്കറിയാം. യെസ്, ഇത് വിസിബിൾ ആവില്ല നിങ്ങൾക്ക്. യെസ്, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെയിം ഓസ്മോട്ടിക് പ്രഷറിലുള്ള രണ്ട് സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഐസോട്ടോണിക് സൊല്യൂഷൻ. ഒരു ഗിവൺ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിം ഓസ്മോട്ടിക് പ്രഷർ തന്നെ ഗിവൺ ടെമ്പറേച്ചറിൽ കാണിക്കുന്ന വേറൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇവ രണ്ടുപേരും ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന് നമുക്ക് ഇവിടെ തന്നത് എന്താണ്? സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആസ് ദാറ്റ് ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് എന്താണ്? ഹൈപ്പോ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? എന്താണ്? ലെസ്
ഓസ്മോട്ടിക് പ്രഷർ ആണ്. നമുക്ക് തന്നതിനെക്കാട്ടും കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോ എന്ന് പറയാം. നമുക്കറിയാം ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. സോ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് അനദർ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പോട്ടോണിക്. ഇനി ഹൈപ്പർ ആണെങ്കിൽ എന്താണ്, മോർ ദാൻ ദാറ്റ് ഓഫ് ദി അനദർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫേസിലുള്ള സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുക, സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈസിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അനദർ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്കുള്ളത്. റൗൾസ് ലോ, ഹെൻറീസ് ലോ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. റൗൾസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൗൾസ് ലോ ഹെൻറീസ് ലോ ഒരേ കാര്യമായിരുന്നു പറഞ്ഞത്, പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പക്ഷേ റൗൾസ് ലോ പറഞ്ഞത് ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ ഹെൻറീസ് ലോ പറഞ്ഞത് ഗ്യാസസിന്റെ കേസിലാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റൗൾസ് ലോന്റെ ഇക്വേഷൻ എന്താണ്, P = P01 × K1. കറക്റ്റ് അല്ലേ? ആൻഡ് അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രഷർ എന്താണ്, പാർഷ്യൽ പ്രഷറിന്റെ സമ്മാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹെൻറീസ് ലോ എന്തായിരുന്നു, P proportional to mole fraction. ക്ലിയർ അല്ലേ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ ΔTB = KB × M. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ΔTF = KF × M. ഓസ്മോട്ടിക് പ്രഷർ Pi = CRT. ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ളതും 2 ഗ്യാസ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളതും ആയിട്ട്, ഗ്യാസ് ലോസ് അല്ല, 2 നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച 2 ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിംഗ് റൗൾസ് ലോ എക്സ്പ്ലെയിൻ ഹൗ ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻസ് ഇൻ ദ ഫോളോയിങ് സൊല്യൂഷൻ. നമുക്കറിയാം അക്കോർഡിംഗ് ടു റൗൾസ് ലോ, നമുക്കറിയാം അക്കോർഡിംഗ് ടു റൗൾസ് ലോ എന്താണ് ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കോമ്പണൻസിന്റെ പാർഷ്യൽ പ്രഷറിന് എന്താണ്, സമ്മിന് ഈക്വൽ ആണ്. സോ P1 എന്ന് പറഞ്ഞാൽ എന്താണ്, P01 × K1 ആണ്. P2 എന്ന് പറഞ്ഞാൽ എന്താണ്, P02 × K2 ആണ്. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിക്സ്ചറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് മിക്സ്ചറിനെ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് മിക്സ്ചറിൽ PT എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്, P(H2O) മാത്രമാണ്. കാരണം എന്താണ്, NaCl ഒരു സോളിഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനെന്തുണ്ടാവില്ല, പാർഷ്യൽ പ്രഷർ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, P(CHCl3) എന്ന് പറഞ്ഞത് എന്തായിരിക്കും, P0CHCl3 × മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3. അതുപോലെ തന്നെ P(CH2Cl2) = P0CH2Cl2 × മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിന്റെ PT നമ്മൾ എഴുതുമ്പോൾ എന്താ വരിക, ഇവിടെ നമുക്ക് ടോട്ടൽ പ്രഷർ = P0CHCl3 × മോൾ ഫ്രാക്ഷൻ ഓഫ് CHCl3 പ്ലസ് P0CH2Cl2 × മോൾ ഫ്രാക്ഷൻ ഓഫ് CH2Cl2. ഇങ്ങനെ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ ആണെങ്കിൽ നമ്മുടെ PT എന്ന് പറയുന്നത് PH2O മാത്രമാണ്. സോ PT = P0H2O × മോൾ ഫ്രാക്ഷൻ ഓഫ് H2O. ഇതാണ് എന്ത്, ഇവർ തമ്മിലുള്ള മോൾ ഫ്രാക്ഷനും ഒക്കെയുള്ള എന്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ പ്രഷർ, ഇത് സെക്കൻഡ് കണ്ടീഷന്റെ ഇത് ഫസ്റ്റ് കണ്ടീഷൻ, ഇത് സെക്കൻഡ് കണ്ടീഷന്റെ എന്ത് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ റൗൾസ് ലോ പ്രകാരം എന്താണ് ടോട്ടൽ പ്രഷർ എന്നുള്ള കാര്യം മാത്രം എഴുതി വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. നൗ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, ഇവിടെ ആയിരുന്നു നമ്മൾ സൊല്യൂഷൻ എഴുതേണ്ടിയിരുന്നത്. നമ്മുടെ തേർഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. When kept in water, raisins swell in size. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു റേസിൻ എടുത്തിട്ട് നമ്മൾ അതിന് വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇങ്ങനെയുള്ളൊരു റേസിനായിട്ട് മാറും. കറക്റ്റ് അല്ലേ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഏത് ഫിനോമിനനാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ ഫിനോമിനൻ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോസിസ്. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് പെർട്ടിക്കുലർലി നമുക്ക് എന്ത് പറയാം, എൻഡോസ്മോസിസ് ആണ് ഇവിടെ റേസിൻസിന് നടക്കുന്നത്. റേസിൻസിന്റെ ഉള്ളിലേക്ക് വാട്ടർ കയറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, റേസിൻസിന്റെ ഉള്ളിലുള്ള സൊല്യൂഷൻ എന്താണ്, ഹൈപ്പർ ടോണിക് ആണ്. അവിടെ ഹൈപ്പർ ടോണിക് ആണ് റേസിൻസിന്റെ ഉള്ളിലുള്ള സൊല്യൂഷൻ. സോ റേസിന്റെ വോള് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. സോ എന്ത് ചെയ്യും, പുറത്തുള്ള വാട്ടർ ആ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ റേസിൻസിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് എൻഡോസ്മോസിസ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ പിക്ചർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ബിഫോർ ഓസ്മോസിസ് ചുളുങ്ങി നിൽക്കുന്ന റേസിൻ, ആഫ്റ്റർ ഓസ്മോസിസ് സ്വെൽ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഫിനോമിനൻ നോൺ ആസ്, ഏത് ഫിനോമിനൻ ആണ്? ഓസ്മോസിസ്. ക്ലിയർ അല്ലേ? ഓക്കെ. വെൻ ദ റേസിൻ is kept in water it swells in size. Actually water is hypotonic solution while the liquid which is inside the raisin is hypertonic. റേസിന്റെ ഉള്ളിലുള്ള സൊല്യൂഷൻ ഹൈപ്പർടോണിക്കും വാട്ടർ ഹൈപ്പോട്ടോണിക്കും ആയത് കാരണം വാട്ടറിന്റെ സോൾവെന്റ് മോളിക്യൂൾസ് റേസിൻസിന്റെ ഉള്ളിലേക്ക് കയറും. ഇതിനെയാണ് നമ്മൾ എൻഡോസ്മോസിസ് എന്ന് വിളിച്ചത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ഫോളോയിങ് മോഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. വിച്ച് ഓഫ് ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വൈ? വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് നമുക്കറിയാം, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ total mass of the solution into 100. വോളിയം ബൈ വോളിയം ആണെങ്കിൽ വോളിയം ബൈ വോളിയം നമ്മൾ എടുക്കണം. വോളിയം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വോളിയം നെക്സ്റ്റ് വൺ വെയിറ്റ് ബൈ വോളിയം ആണ്. സോ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. പാർട്സ് പെർ മില്യൺ നമ്മൾ പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു. മൊളാരിറ്റി നമ്മുടെ ഡിഫറൻസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം മൊളാരിറ്റി. ദെൻ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ മാസ് ഇൻ കിലോഗ്രാം എന്താണ്? മൊളാലിറ്റി. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മളോട് ചോദിച്ചത് ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് എന്നാണ്. മാസ് പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. വെയിറ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് അഗെയിൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം എന്താണ്? ഇതിലൊക്കെ വോളിയം എന്ന് പറഞ്ഞ ടേം ഉണ്ട്. വോളിയം ഈസ് എന്താണ്? വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ വോളിയം ഉള്ള എല്ലാ എക്സ്പ്രഷൻസും എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. ദെൻ പാർട്സ് പെർ മില്യണിൽ നമുക്ക് എന്തില്ല? വോളിയം ഇല്ല. സോ എന്താണ്? അവർ ഇൻഡിപെൻഡന്റ് ആണ്. എഗെയിൻ മോൾ ഫ്രാക്ഷൻ ഇൻഡിപെൻഡന്റ് ആണ്. മൊളാരിറ്റി ഡിപ്പെൻഡന്റ് ആണ്. മൊളാലിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. ക്ലിയർ അല്ലേ? ഈസി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ. Among the following which is not a colligative property? ഏതൊക്കെയാണ് നമുക്കുള്ള colligative properties എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് relative lowering of vapor pressure, then elevation of boiling point, then depression in freezing point. Correct അല്ലേ? Then osmotic പ്രഷർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ പഠിച്ചു. ഈ 4 അല്ലാത്ത ഏതാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത ഏതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാണ് നമ്മളോട് തന്നിട്ടുള്ളതിൽ ഇല്ലാത്തത്? വേപ്പർ പ്രഷർ മാത്രമാണോ? അല്ല, എന്തും കൂടെ വേണമായിരുന്നു അവിടെ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് മാറുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള 10 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും ഇനി D&F നിങ്ങളുടെ സ്കൂളിൽ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു QR കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ടെലഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾ എന്താ പറയുക, വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ കാണുന്നത് വരെ ബൈ.